കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എന്തായിരുന്നു ഡിസ്കസ് ചെയ്തത്? കണ്ടന്റ് ക്രിയേറ്റേഴ്സ്, സ്വന്തം ജീവിതം അതുപോലെ എക്സ്പോസ് ചെയ്യുന്ന കണ്ടന്റ് ക്രിയേറ്റേഴ്സിന് അതെങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ നോക്കിയത്. അപ്പം ഈ വീഡിയോയിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യൂവേഴ്സിന് ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് ആണ്. അതായത് എല്ലാ ദിവസവും നിരന്തരമായി മറ്റുള്ളവരുടെ ജീവിതത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും സാമൂഹിക മാധ്യമങ്ങളിൽ കൂടി കാണുന്ന ഒരു വ്യൂവർ അല്ലെങ്കിൽ 1000 വ്യൂവേഴ്സിനെ സംബന്ധിച്ച് അവരിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്ട്. ആദ്യം ക്യൂരിയോസിറ്റി ഉണ്ടാകും. ആ ക്യൂരിയോസിറ്റിയിലോട്ട് വരാൻ ഞാൻ അടുത്തൊരു പോയിന്റ് ആയിട്ട് അത് പറയാം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പറയേണ്ടത്, ജഡ്ജ്മെന്റൽ ആയിട്ടുള്ള നമ്മുടെ സമൂഹം നിരന്തരമായി കാണുന്ന ഡെയിലി ലൈഫ് വ്ളോഗ്സിലൂടെ അത് ചെയ്യുന്ന ആളുകളോട് ഒരു തരത്തിലുള്ള ഡിസ്റെസ്പെക്ട് ഉള്ള മനോഭാവം സ്വയം വളർത്തിയെടുക്കുകയും ഈ ഡിസ്റെസ്പെക്ട് പലതരത്തിൽ കാണിക്കുകയും ചെയ്തു തുടങ്ങുന്നു. ആദ്യമൊന്നും വലിയ രീതിയിലൊന്നും ബാധിക്കില്ല, പക്ഷേ ഇവൻച്വലി അത് വലിയ വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ, എസ്പെഷ്യലി നമ്മുടെ മെന്റൽ ഹെൽത്തിനെ ബാധിക്കുന്ന പ്രശ്നങ്ങളായിട്ട് മാറും. ഓക്കെ, അതായത് ഈ റെസ്പെക്ട് ഒക്കെ ഏൺ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒട്ടും ഈസി ആയിട്ടുള്ള കാര്യമല്ല. അപ്പൊ ഡിസ്റെസ്പെക്ട് നമ്മൾ തന്നെ ഏൺ ചെയ്തെടുക്കുമ്പോൾ എങ്ങനെയുണ്ടായിരിക്കും? അത് വളരെ ഹേർട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് അല്ലേ? സോ നമ്മൾ ഡിസ്റെസ്പെക്ട് ഏൺ ചെയ്യണമെന്ന് നമ്മൾ ചിന്തിക്കണം. വ്യൂവേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നല്ല വാല്യൂസ് പ്രാക്ടീസ് ചെയ്ത് വരണം എന്ന് ആഗ്രഹിക്കുന്ന വ്യൂവേഴ്സ് കൂടി സ്വയം ഒരാളെ എങ്ങനെ ഡിസ്റെസ്പെക്ട് ചെയ്യാം എന്നുള്ള തലത്തിലേക്ക് ഒരു മൂല്യച്യുതിയിലേക്ക് പോവുകയും കുറച്ചുകൂടി നെഗറ്റീവായിട്ട് ബിഹേവ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി അവരിൽ ഉണ്ടാക്കുകയും ചെയ്യും. നിരന്തരമായിട്ടുള്ള ഡെയിലി ലൈഫ് വ്ളോഗ്സ്, അൺവാണ്ടഡ് ക്യൂരിയോസിറ്റി ആൻഡ് ഗോസിപ്സ്. അതായത് എല്ലാ ദിവസവും ഞാൻ കഴിക്കുന്ന ഭക്ഷണങ്ങൾ ഇതൊക്കെയാണ്, അല്ലെങ്കിൽ ഞാൻ ഇന്ന ഒരു കാര്യം പ്ലാൻ ചെയ്തു, ഞാൻ ഇന്ന കാര്യം ചെയ്യുമ്പോൾ ഇത് ചെയ്തു എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ഇനി എന്തായി എന്നറിയാനുള്ള ഒരു അൺവാണ്ടഡ് ക്യൂരിയോസിറ്റി, അമിതമായിട്ടും ഒരാവശ്യവും ഇല്ലാതെയുമായിട്ടുള്ള ഒരു ക്യൂരിയോസിറ്റി ആളുകളിൽ ഉണ്ടാവുകയും പല ഗോസിപ്സ് ഉണ്ടാക്കുകയും, അതായത് ഈ ക്യൂരിയോസിറ്റി ഉണ്ടല്ലോ, അപ്പൊ നെക്സ്റ്റ് വീഡിയോ വരുന്നത് വരെയുള്ള സമയം പലതരത്തിലുള്ള ഗോസിപ്സിൽ കൂടി കടന്നു പോവുകയും പിന്നെ വീണ്ടും ഒരു അനാവശ്യ ക്യൂരിയോസിറ്റി, പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ജഡ്ജ്മെന്റ്, പിന്നെ ഒരു ഡിവാലുവേഷൻ, ഡിസ്റെസ്പെക്ട്, ഈ ഒരു സൈക്കിൾ അവിടെ ഉണ്ടാവും. ഒരു സൈക്ലിക് പ്രോസസ് ആയിട്ട് മാറുകയാണ് വ്യൂവേഴ്സിന് ഇടയിൽ. ഇമോഷണൽ ബേർഡൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അതായത് ഈ ഡെയിലി ലൈഫ് വാച്ച് ചെയ്യാൻ ക്യൂരിയസ് ആയിട്ടുള്ള ആളുകളിൽ കൂടുതൽ പേർക്കും മറ്റുള്ളവരുടെ ഇമോഷൻസും അതിൽ നടക്കുന്ന ലൈഫ് ഇൻസിഡൻസും പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും അത് അതുപോലെ ഹോൾഡ് ചെയ്യാനുള്ള ഇമോഷണൽ കപ്പാസിറ്റി ഉണ്ടാവണമെന്നില്ല. ഇനി നല്ല അനുഭവങ്ങൾ നടക്കുന്നതൊക്കെ ടെലികാസ്റ്റ് ചെയ്യുന്ന ഒരു കണ്ടന്റ് ക്രിയേറ്ററുടെ വ്ളോഗ്സ് ആണെന്ന് വെക്കട്ടെ, അത് കാണുന്ന വ്യൂവറിന് ഒരു ലിമിറ്റ് ഉണ്ടായിരിക്കും. അയാളുടെ ലൈഫ് ഇത്രയും പോസിറ്റീവായിട്ട് പോകുന്നതൊക്കെ കണ്ടു നിൽക്കാൻ വയ്യ, അത്രയും അവർക്ക് ഹോൾഡ് ചെയ്യാനുള്ള ഒരു പവർ ഉണ്ടാവുള്ളൂ. അത് ഒരു നെസർ എന്നൊക്കെ പറയില്ലേ, അതിലൊക്കെ കുറച്ച് കാര്യമുണ്ട് കേട്ടോ. അല്ലെങ്കിൽ എന്താ പറയാ, ഒരു ജലസിയിലേക്കും അവർക്ക് എന്തെങ്കിലും ദോഷം വന്ന് കാണാനുള്ള അമിതമായിട്ടുള്ള ആഗ്രഹത്തിലേക്കും ഒക്കെ പോകുന്ന ഒരു അവസ്ഥയുണ്ടാവും. അതുപോലെ തന്നെ നിരന്തരമായ അടിയും പ്രശ്നങ്ങളും വഴക്കുകളും ഒക്കെ കാണുമ്പം അത് നമുക്ക് ഉള്ള പ്രശ്നങ്ങളുടെ കൂടെ നമ്മുടെ മനസ്സിനെ ഹോണ്ട് ചെയ്യുന്ന, നമ്മുടെ ഉറക്കത്തിലും നമ്മുടെ മറ്റു ജോലികൾ ചെയ്യുന്ന സമയത്തൊക്കെ നമ്മളെ അലക്കിക്കൊണ്ടിരിക്കുന്ന പ്രശ്നമായിട്ട് വ്യൂവേഴ്സ് ഫീൽ ചെയ്യും. അത് അവർക്കൊരു ഇമോഷണൽ ബേർഡൻ ആയിട്ട് മാറുകയും അവരുടെ ഇമോഷണൽ ഹെൽത്തിനെ അത് ബാധിക്കുകയും ചെയ്യും. അതായത് നിങ്ങളൊക്കെ ഇത്തരത്തിലുള്ള വീഡിയോസ് നിരന്തരം വാച്ച് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങളെ കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത്. നിരന്തരം വാച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഈ അനാവശ്യമായിട്ടുള്ള കുറേ ബേർഡൻസ് ആണ് എടുത്ത് നിങ്ങളുടെ തലയിൽ വെക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് ബോധ്യം ഉണ്ടായിരിക്കണം. റോങ് ഇമോഷൻസിനെ ഫീഡ് ചെയ്യാൻ ഇത്തരത്തിലുള്ള ഡെയിലി വ്ളോഗ്സ് കാരണമാവും. അതായത് നല്ല കാര്യങ്ങൾ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും അതുപോലത്തെ കാര്യങ്ങൾ മാത്രം സംഭവിക്കുന്ന, പെർഫെക്റ്റ് ആയിട്ടുള്ള ലൈഫ് മാത്രം ലീഡ് ചെയ്യുന്ന അവരൊക്കെയാണ് ജീവിതം ജീവിക്കുന്നത് എന്നൊക്കെയുള്ള ഒരു തെറ്റായിട്ടുള്ള ഒരു ഇംപ്രഷൻ. അല്ലെങ്കിൽ പ്രശ്നങ്ങൾ പോസ്റ്റ് ചെയ്യുന്നവരാണെങ്കിൽ അവരുടെ ജീവിതം മൊത്തം പ്രശ്നങ്ങളാണെന്ന്, അവരുടെ ജീവിതത്തിൽ യാതൊരു നല്ല കാര്യങ്ങളും ഇല്ല എന്നൊക്കെയുള്ള രീതിയിലുള്ള തെറ്റായിട്ടുള്ള ഇംപ്രഷൻസ് മനുഷ്യരുടെ മനസ്സിൽ ഉണ്ടാക്കിയെടുക്കാനും കാരണമാകുന്നു. അപ്പൊ നിങ്ങളൊക്കെ ഇതൊക്കെ നിരന്തരം കണ്ടുകൊണ്ട് നിരന്തരം ഇതിനെയൊക്കെ പറ്റി ഇതിനെയൊക്കെ പറ്റി ചിന്തിച്ച് കാട് കയറി മറ്റുള്ളവരോട് പറഞ്ഞ് നിങ്ങളുടെ ലൈഫിലുള്ള സ്പേസോ ഓപ്പർച്യൂണിറ്റീസോ ഒന്നും കാണാതെ വെറുതെ ലൈഫും നിങ്ങളുടെ സമയവും എഫേർട്ടും തലച്ചോറും ഒക്കെ വേസ്റ്റ് ചെയ്യാനേ ഞാൻ പറയുള്ളൂ. നമ്മളുടെ സ്ട്രോങ് ഏരിയാസും നമ്മുടെ കമ്മിറ്റ്മെന്റ്സും അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പുതുതായിട്ടുള്ള കാര്യങ്ങളിൽ നിന്നിട്ടൊക്കെ നിങ്ങളെ ഇത് ഡിസ്ട്രാക്ട് ചെയ്ത് വേറെ എന്തൊക്കെയോ ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുകയല്ലേ. അങ്ങനെയുള്ള ഇതിനകത്തൊക്കെ എന്ത് മെസ്സേജ് ആണ് തരുന്നത് എന്ന് കുറെ പേരൊക്കെ കമന്റ് ചെയ്യും. ശരിക്കും നിങ്ങൾക്ക് മെസ്സേജ് കിട്ടണമെങ്കിൽ അത്തരത്തിലുള്ള മെസ്സേജ് പ്രൊവൈഡ് ചെയ്യുന്ന കണ്ടന്റ്സ് നിങ്ങൾ കാണണം. ഒരാളുടെ ലൈഫ്, അവനവന്റെ ലൈഫിൽ നിന്നിട്ട് മെസ്സേജ് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവരുടെ ലൈഫിൽ ചെന്നിട്ട് മെസ്സേജ് ചോദിക്കരുത്. ഇപ്പോൾ അവനവന്റെ ലൈഫിലെ പേർപ്പസും മെസ്സേജും ഒക്കെ മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ള ഒരാളാണെങ്കിൽ ഒരിക്കലും മറ്റുള്ളവരുടെ നിരന്തരമായിട്ടുള്ള അനുഭവങ്ങളുടെ പിന്നാലെ ഇങ്ങനെ ക്യൂരിയസ് ആയിട്ട് പോവില്ല അല്ലെ. പിന്നെ
നിത്യജീവിതം അതുപോലെ പോസ്റ്റ് ചെയ്യുന്നവർക്ക് ഒരു കാര്യമേ, ഒരു മെസ്സേജ് തരാനുള്ളൂ, അതിൽ കൂടിയും പൈസ ഉണ്ടാക്കാം എന്നുള്ള ഒരു മെസ്സേജ്. അതല്ലാതെ നിങ്ങൾ ഈ കാര്യം പോസ്റ്റ് ചെയ്തപ്പോൾ എന്ത് മെസ്സേജ് തരാനാണ് ഉദ്ദേശിച്ചത്, ഇതുകൊണ്ട് സമൂഹത്തിന് എന്ത് മെസ്സേജാണ് കൊടുക്കുന്നത് എന്നൊക്കെ നിങ്ങൾ അവിടെ ചെന്ന് ചോദിച്ച് അലമുറയിട്ട് കരഞ്ഞിട്ട് കാര്യമുണ്ടോ? ബിക്കോസ് നിങ്ങൾ എങ്ങനെ വിചാരിക്കുന്നു അത് മെസ്സേജ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള വീഡിയോ ആണെന്ന്? ഇറ്റ്സ് നോട്ട്. അപ്പോൾ ഇതൊക്കെ കാണുന്ന വ്യൂവേഴ്സിനോട് എനിക്ക് പറയാനുള്ളത് ഒന്നേ ഉള്ളൂ, എന്ത് കാണണം എന്ത് കാണണ്ട എന്ന് തീരുമാനിക്കുന്നത് നമ്മളാണ്. അപ്പോൾ നമ്മൾ കാണണമെന്ന് തീരുമാനിച്ച് നമ്മൾ ക്ലിക്ക് ചെയ്ത് നമ്മൾ സമയം അവിടെ ഇൻവെസ്റ്റ് ചെയ്ത് നമ്മളൊരു കാര്യം കണ്ടിട്ട് അതിനെ പറ്റിയിട്ട് ചിന്തിച്ച് തലപുകഞ്ഞിട്ടോ അവരെ പോയി കുറ്റം പറഞ്ഞിട്ടോ അവരെ പറ്റി നെഗറ്റിവിറ്റി പബ്ലിഷ് ചെയ്തിട്ടോ ഒന്നും ഒരു കാര്യമില്ല. ഈ ലോകത്ത് ഒരുപാട് നല്ലതും ചീത്തയായിട്ടുള്ള കാര്യങ്ങളുണ്ട്. എൻ്റെ ഫോൺ നിങ്ങൾ പബ്ലിക്കായി പോസ്റ്റ് ചെയ്തു, ഞാനത് എടുക്കും, ഞാനതെടുത്ത് പലതും പറയും എന്നൊക്കെയുള്ള ജഡ്ജ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഒരു ഗ്രോത്തും ഒന്നും ഉണ്ടാക്കാതെയാണ് ഇരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. നമ്മളെ തന്നെ ഇടിച്ച് താഴ്ത്തിക്കൊണ്ടാണ് ഇരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. പിന്നെ നമ്മൾ കൊടുക്കുന്ന ഈ വ്യൂവേർഷിപ്പ് ആണ് അവരുടെ റീച്ച് എന്ന് മനസ്സിലാക്കുക. അവരവന്റെ കാര്യങ്ങൾ നോക്കുക. നല്ല വ്ളോഗ്സും നല്ല വീഡിയോസും എല്ലാവരും ചെയ്യും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അമിതമായിട്ടുള്ള ഈ ക്യൂരിയോസിറ്റി ഒന്ന് കൺട്രോൾ ചെയ്യാൻ പഠിച്ചാൽ തന്നെ എല്ലാവരുടെയും കണ്ടന്റ് കുറച്ചുകൂടി ക്വാളിറ്റി ഉള്ള കണ്ടന്റ്സ് ആയിട്ട് ഉറപ്പായിട്ട് മാറും. പിന്നെ ലൈഫിൽ പ്രൈവസിക്ക് എത്ര പ്രാധാന്യമുണ്ട് എന്നുള്ള കാര്യം എല്ലാവർക്കും മനസ്സിലാവും. ആ ഒരു പ്രൈവസി പവർ ആണെന്ന് മനസ്സിലാവും. എക്സ്പോസ് ചെയ്യപ്പെടാതിരിക്കുന്നതാണ് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യം എന്നൊക്കെ മനസ്സിലാവും. ഈ ലൈഫ് എക്സ്പോഷർ എന്നതിലുപരി അവരുടെ സ്കിൽ എക്സ്പോഷർ, ടാലന്റ് എക്സ്പോഷർ, നോളജ് എക്സ്പോഷർ എന്നിട്ടുള്ള ഒരു സ്റ്റേജിലൊക്കെ ചിന്തിച്ചു തുടങ്ങും. അപ്പൊ മാറ്റങ്ങൾ നമുക്ക് വേണമെങ്കിൽ നമ്മളാകണം മാറ്റം. ഓക്കെ, ബി ദ ചേഞ്ച്, then only you can see the change in this world.